ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെറൈറ്റി വേൾഡ് ഡിസൈൻ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഫ്രോക്ക് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡുമായിട്ടാണ്. 6 ഏജ് ഗേൾസിനുള്ള മെഷർമെന്റിലുള്ള ഒരു ഫ്രോക്ക് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമായിട്ടാണ് വന്നിരിക്കുന്നത്. തുടക്കക്കാർക്ക് പോലും വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു മെത്തേഡാണ് വിട്ടിരിക്കുന്നത്. അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ഇതിനുവേണ്ടി യോക്കിന്റെ നെറ്റ് 1/2 മീറ്ററുമാണ് എടുത്തിട്ടുള്ളത്. പ്ലെയിൻ നെറ്റ് 6 മീറ്ററും എടുത്തു. അതുപോലെ കോട്ടൺ ലൈനിങ് 1 മീറ്റർ, ക്രേപ്പ് ലൈനിങ് 1.5 മീറ്റർ, അതുപോലെ സ്റ്റിഫ് നെറ്റ് 1 മീറ്ററുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കട്ടിങ്ങിലേക്ക് പോയാലോ. ആദ്യം നമ്മൾ കോട്ടൻ്റെ ലൈനിങ് എടുത്ത് യോക്ക് കട്ട് ചെയ്യുക. അപ്പം ഫ്രണ്ട് യോക്ക് പാർട്ടാണ് ആദ്യം ഞാൻ കട്ട് ചെയ്യുന്നത്. അതിനുവേണ്ടി ക്ലോത്ത് ഒരു തലക്കൽ നിന്നും 2 ഫോൾഡറായി മടക്കി വെക്കുക. ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം ഇതിൻ്റെ എഡ്ജ് ഒന്ന് കറക്റ്റാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. കണ്ടല്ലോ, ഇതുപോലെ 2 ഫോൾഡറായി മടക്കി വെച്ചതിന് ശേഷം നമുക്ക് എത്രയാണ് ലെങ്ത്ത് വേണ്ടത്? 10 ഇഞ്ച് ആണ് നമുക്ക് ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ അതിലേക്ക് 1 ഇഞ്ച് ആഡ് ചെയ്ത് 11 അടയാളപ്പെടുത്തുക. അടുത്തതായി ഷോൾഡർ 5 അടയാളപ്പെടുത്താം. അതുപോലെ ആം ഹോള് 5 അടയാളപ്പെടുത്തി ഒരു കർവ് എടുക്കുക. ഇനി ഷോൾഡറിൻ്റെ ആം ഹോളിൻ്റെ താഴേക്ക് 1/2 ഇഞ്ച് ഇതുപോലെ ചെരിച്ചൊരു ലൈൻ കൊടുക്കുക. ഇനി അടുത്തതായിട്ട് ചെസ്റ്റ് അടയാളപ്പെടുത്താം. ചെസ്റ്റ് 6, അതിലേക്ക് 1 ഇഞ്ച് സീം അലവൻസ് ചേർത്ത് 7 അടയാളപ്പെടുത്തുക. അടുത്തതായിട്ട് വേസ്റ്റ് 5 അടയാളപ്പെടുത്തുക. അതിലേക്ക് 1 ആഡ് ചെയ്യുക. ഇനി വേസ്റ്റിൻ്റെ ഈ ഒരു ഭാഗത്ത് താഴെയായിട്ട് ഒരു 1/2 ഇഞ്ച് ഒരു കർവ്, ചെറിയൊരു കർവ് കൊടുക്കുക. കണ്ടല്ലോ, അതുപോലെ 1/2 ഇഞ്ചിൽ ചെറിയൊരു കർവ് കൊടുക്കുക. കണ്ടല്ലോ, നമ്മുടെ ഫ്രണ്ട് പാർട്ട് ഇവിടെ എല്ലാ ഭാഗവും അടയാളപ്പെടുത്തി. ഇനി കട്ട് ചെയ്യാം. കട്ട് ചെയ്തതിന് ശേഷം ബാക്ക് പാർട്ട് ഈ ഒരു അളവ് തന്നെ വെച്ചിട്ട് കട്ട് ചെയ്യാം. അതും നമുക്ക് ബാക്കിൽ ഇൻവിസിബിൾ സിബ് വെക്കാനുള്ളത് കൊണ്ട് 1 ഇഞ്ച് വിടുത്ത് ഏറെ ഇട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ. കണ്ടല്ലേ, 1 ഇഞ്ച് അടയാളപ്പെടുത്തി ആ ഭാഗത്ത് വെച്ചിട്ട് ഫ്രണ്ട് പാർട്ട് വെച്ച് അതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടല്ലേ, യോഗ് പാർട്ട് നമ്മൾ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കോട്ടൺ ലൈനിങ്ങിൽ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടിൽ ട്രാൻസ്പെറൻറ്റ് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഒരു മെഷർമെൻറ്റ് കൂടി അടയാളപ്പെടുത്താനുണ്ട്. അപ്പോൾ ഷോൾഡറിൽ നിന്നും താഴേക്ക് 3.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതുപോലെ നെക്കിൻ്റെ ഭാഗത്ത് നിന്നും 4.5 ഇഞ്ച് താഴേക്ക് അടയാളപ്പെടുത്തി ആ ഒരു ഭാഗം രണ്ടും ഇതുപോലെ ജോയിൻ ചെയ്യുക. കണ്ടല്ലോ, വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അറിവിലും ഫ്രണ്ട്സിലും ഫാമിലി ഗ്രൂപ്പിലൊക്കെ സ്റ്റിച്ചിങ് തുടങ്ങുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കണ്ടല്ലോ, നമ്മുടെ ആ ഒരു ഫ്രണ്ട് നെക്കിന് വേണ്ടി വരച്ച ലൈൻ ഇതുപോലെ അച്ചടിക്കുക. അപ്പം നമുക്ക് ഈ ഒരു ഭാഗത്തും ആ പ്രിൻ്റ് വന്നു. ഇനി അത് കട്ടിയിൽ വരച്ച് അടയാളപ്പെടുത്തുക. ഞാനിടുന്ന ഓരോ വീഡിയോസും എനിക്കിവിടെ കസ്റ്റമർ കൊണ്ടുതന്ന ഓരോ മെത്തേഡാണ് കേട്ടോ. അപ്പം ഇനിയും നല്ല നല്ല മോഡൽസൊക്കെ വരാനും അതിനൊക്കെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ആ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കസ്റ്റമർ പറയുന്ന മോഡൽ ഏത് തന്നെ ആയാലും ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. എനിക്ക് ഇനി അറിയില്ലെങ്കിലും ഞാൻ യൂട്യൂബിലും എവിടെയെങ്കിലുമൊക്കെ പോയി സെർച്ച് ചെയ്ത് ആ മോഡൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കലുണ്ട്. അപ്പോൾ നമ്മൾ കോട്ടൻ്റെ ലൈനിങ്ങിൽ യോക്ക് പാർട്ട് രണ്ടും കട്ട് ചെയ്തു. ഇനി നമുക്ക് മെയിൻ ക്ലോത്തിലും ക്രേപ്പ് ലൈനിങ്ങിലും അതേ അളവിൽ ആ ഒരു പാർട്ട് വെച്ച് കട്ട് ചെയ്തെടുക്കുക. കണ്ടല്ലോ, ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച കോട്ടൺ ലൈനിങ്ങിൽ വെച്ച യോക്ക് പാർട്ട് ഇതുപോലെ വെച്ച് ഇനി ഇളകി പോകാതിരിക്കാൻ പിൻ ചെയ്ത് വെച്ചതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ പിൻ ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല. അപ്പം തുടക്കക്കാരൊക്കെ ആണെങ്കിൽ ഇതുപോലെ വെച്ചതിന് ശേഷം പിൻ ചെയ്ത് വെച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം കാണാം. അപ്പോൾ മെയിൻ ക്ലോത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി ക്രേപ്പ് ലൈനിങ്ങിലും അതേ പാർട്ട് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക.
അപ്പോൾ നമ്മുടെ യോഗ് പാർട്ട് ഫുള്ള് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് സ്കേർട്ടിനുള്ള കട്ടിങ് ചെയ്താലോ. കണ്ടില്ലേ, അതിന് വേണ്ടി നമ്മൾ 6 മീറ്റർ നമ്മൾ 6 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്യാൻ പാകത്തിന് ഇതുപോലെ ഫോൾഡറാക്കി വെച്ചതിന് ശേഷം അതിൻ്റെ എഡ്ജ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. ഈ എഡ്ജ് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അത് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ അളവ്, മൊത്തം അളവ് നമുക്ക് 27 ഫ്രോക്കിൻ്റെ അളവ്. അപ്പോൾ അതിൽ നിന്നും 10 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് വേണം 17 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതിലേക്ക് 1/2 ഇഞ്ച് സീം അലവൻസും ചേർത്ത് 17.5 അടയാളപ്പെടുത്തുക. കടല 17 അടയാളപ്പെടുത്തി ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി ഒരു ലെയറും കൂടി വേണം നമുക്ക്. അപ്പോൾ ബാക്കി വരുന്ന ക്ലോത്ത് ഇതുപോലെ വെച്ച് ഇതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്രോക്കിന് 2 ലെയർ ആക്കിയിട്ടാണ് വെക്കുന്നത്. കടല അപ്പോൾ സ്കേർട്ടിനുള്ള നെറ്റ് പാർട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി ലൈനിങ്, ക്രേപ്പ് ലൈനിങ് ഇതുപോലെ അതിൻ്റെ എഡ്ജ് കറക്റ്റാക്കി മടക്കി വെച്ചതിന് ശേഷം 1 ഇഞ്ച് കുറച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. അപ്പോൾ നമ്മൾ 17 മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്തത്. അപ്പോൾ അതിൽ നിന്നും 1 ഇഞ്ച് കുറച്ച് ക്രേപ്പ് ലൈനിങ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടല്ലോ, മെയിൻ ക്ലോത്തിൽ നിന്നും 1 ഇഞ്ച് കുറച്ചിട്ട് വേണം ക്രേപ്പ് ലൈനിങ് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതുപോലെ 2 പീസ് നമുക്ക് കട്ട് ചെയ്തെടുത്തു. ഇനി ഇതുപോലെ തന്നെ കോട്ടൺ ലൈനിങ് കട്ട് ചെയ്യാനുണ്ട്. കോട്ടൺ ലൈനിങ്ങിലാണ് നമ്മൾ സ്റ്റിഫ് നെറ്റൊക്കെ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ കോട്ടൺ ലൈനിങ് നമുക്ക് 4 ഇഞ്ച് 15 ഇഞ്ചൊക്കെ കിട്ടുന്ന എത്രയാണോ അത്ര നമുക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് കോട്ടൺ ലൈനിങ് ബാലൻസ് ഉള്ളത് ഇതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ 4 ഫോൾഡറാക്കി വെച്ചതിന് ശേഷം ലെങ്ത്ത് നോക്കുക. അപ്പോൾ 14 ഇഞ്ച് നമുക്ക് കിട്ടും. അപ്പോൾ 14 ഇഞ്ചിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. കണ്ടല്ലോ, അതുപോലെ 2 പീസാക്കി ജോയിൻ ചെയ്ത് നമുക്ക് ലൈനിങ് വെക്കാനുള്ളതാണ്. നമ്മളെ കട്ടിങ് ഇവിടെ കഴിഞ്ഞു. ഇനി സ്റ്റിഫ് നെറ്റ് കട്ട് ചെയ്യാനുണ്ട്. അപ്പം അതൊരു 12 ഇഞ്ച് ലെങ്ത്തിൽ നമ്മൾ 2 പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ സ്റ്റിഫ് നെറ്റ് നമ്മൾ 12 ഇഞ്ച് അടയാളപ്പെടുത്തി കട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഫ്രോക്ക് കട്ടിങ് വീഡിയോ എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലായോ? ഇനി നമ്മൾ കട്ട് ചെയ്യുന്നത് സ്ലീവാണ് കേട്ടോ. അപ്പോൾ സ്ലീവ് നമ്മൾ 2 ലെയർ ആക്കിയിട്ടാണ് ഈ ഒരു സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഫ്രോക്ക് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. കണ്ടില്ലേ, ഇതുപോലെ 2 ലെയർ ആക്കിയിട്ടാണ് നമ്മൾ ഈ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. കണ്ടല്ലോ, ഇതേപോലെയുള്ള സ്ലീവാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ 2 ഫോൾഡറാക്കി വെച്ചതിന് ശേഷം ഇതിൻ്റെ എഡ്ജും അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഷോൾഡറിൽ അറ്റാച്ച് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോയാലോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്രോക്ക് സ്റ്റിച്ചിങ് തുടങ്ങാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ ഇരിക്കുമ്പോൾ ബോബിനിലൊക്കെ ഫുള്ള് ഇതുപോലെ നൂല് ചുറ്റിയതിന് ശേഷം ഇരിക്കുക. അപ്പോൾ നമ്മൾ സ്കേർട്ട് ഫ്രില്ല് ചെയ്യുമ്പോഴൊക്കെ നൂല് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. 5 മീറ്റർ 6 മീറ്ററൊക്കെ മൊത്തത്തിൽ ഫ്രില്ലിടല്ലേ. അപ്പോൾ അതിലൊന്നും ബുദ്ധിമുട്ട് വരാതെക്കാണ് ഫുള്ള് ബോബിനിൽ ഫുള്ളായിട്ട് നൂല് ചുറ്റിയെടുക്കാൻ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയണതാണ്, ഞാൻ പിന്നെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും വീഡിയോയിൽ ഇങ്ങനെ ഒരു ഫോർമാറ്റിക്ക് വേണ്ടി പറയാണ്. ഇപ്പോൾ തുടക്കക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇൻവിസിബിൾ സിബൊക്കെ അറ്റാച്ച് ചെയ്യുന്നതൊക്കെ വളരെ വ്യക്തമായിട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ആദ്യം നമ്മൾ ഫ്രണ്ട് യോക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ ട്രാൻസ്പെറൻറ്റ് നെക്കല്ലേ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി ക്രേപ്പ് ലൈനിങ് ഇതുപോലെ നിവർത്തി വെച്ചതിന് ശേഷം കോട്ടൺ ലൈനിങ് ഇതുപോലെ വെക്കുക. അപ്പോൾ നമ്മൾ അടയാളപ്പെടുത്തിയ ഒരു ലൈൻ ഉണ്ടല്ലോ, അത് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ പിൻ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ അടയാളപ്പെടുത്തിയ ആ ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്ത് പോവുക. കണ്ടല്ലോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ആ മിഡിലെത്തുമ്പോഴും സൂചി നിർത്തി ഇതുപോലെ വീണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടല്ലോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗം സ്റ്റിച്ചിൽ കൊള്ളാതെ 1/4 ഇഞ്ച് വിട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ. കണ്ടല്ലോ, ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക. അപ്പം ട്രാൻസ്പെറൻറ്റ് നെക്കാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ മാറ്റി നമ്മൾ സ്റ്റിച്ചിൽ കൊള്ളാതെ ചെറിയ ചെറിയ കട്ടുകൾ കൊടുത്ത് മറിച്ചിടുക. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക.
കണ്ടല്ലോ. ഇനി ഇതുപോലെ മറിച്ച് വീഡിയോയിൽ കാണുന്നത് പോലെ സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ ആ ലൈനിങ്ങിലേക്ക് എഡ്ജ് ഇതുപോലെ പതിച്ച് സ്റ്റിച്ച് ചെയ്യുക. കണ്ടല്ലോ, ലൈനിങ്ങിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്, കോട്ടൺ ലൈനിങ്ങിൽ കേട്ടോ. കോട്ടൺ ലൈനിങ്ങിൻ്റെ ആ അടിയിലുള്ള എഡ്ജ് ഉണ്ടല്ലോ, സ്റ്റിച്ച് ചെയ്ത എഡ്ജ് കോട്ടൺ ലൈനിലേക്ക് വരുന്ന രീതിക്ക് വെച്ച് കോട്ടൺ ലൈനിങ്ങിൽ സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ പ്രസ്റ്റിച്ച് കൊടുത്തു. കോട്ടൺ ലൈനിങ്ങിലാണ് പ്രസ്റ്റിച്ച് കൊടുത്തത്. ഇനി ഇതുപോലെ മറിച്ച് കറക്റ്റാക്കി വെച്ചതിന് ശേഷം നമുക്ക് ലൈനിങ്ങും കോട്ടൺ ലൈനിങ്ങും ക്രേപ്പ് ലൈനിങ്ങും ഫുള്ളൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കുക. കണ്ടല്ലോ, ഇതുപോലെ ഫുള്ള് പ്രസ്റ്റിച്ച് കൊടുത്ത് ആദ്യം ഈ ഒരു ഭാഗത്ത് പ്രസ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ലൈനിങ്ങും കോട്ടൺ ലൈനിങ്ങും അറ്റാച്ച് ചെയ്യുക. അപ്പോൾ കണ്ടല്ലോ, ഇതുപോലെ ഫുൾ അറ്റാച്ച് ചെയ്തു. കണ്ടല്ലോ, ബാക്കി വരുന്ന പീസൊക്കെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കറക്റ്റ് അളവ് ഈ ഒരു കോട്ടൺ ലൈനിങ് ആട്ടോ. കണ്ടല്ലോ, നല്ല കറക്റ്റാക്കിയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ക്ലോത്ത് നല്ല ഭാഗം മുകളിലേക്ക് വരുന്ന രീതിക്ക് ഇതിന് മുകളിൽ വെക്കുക. കണ്ടല്ലോ, ക്രേപ്പ് ലൈനിങ്ങിൻ്റെ മുകളിൽ ഇതുപോലെ വെക്കുക. എന്നിട്ട് ഈ ഒരു മെയിൻ ക്ലോത്തും താഴെയുള്ള ലൈനിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്യുക. കണ്ടല്ലോ, ഇതുപോലെ ഈ ഒരു ഭാഗത്ത് നിന്നും പ്രസ്റ്റിച്ച് കൊടുത്ത് ലൈനിങ്ങിലേക്ക് ഫുള്ള് അറ്റാച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ട്രാൻസ്പറൻറ്റ് നെക്ക് ഇവിടെ അടിപൊളിയായി വന്നിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പാർട്ട് ലൈനിങ്ങും ക്രേപ്പ് ലൈനിങ്ങും മെയിൻ ക്ലോത്തും ഫുള്ളൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കുക. കണ്ടല്ലോ, ഇത് അറ്റാച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് കോട്ടൻ്റെ ലൈനിങ് എടുത്ത് ഈ ഒരു ഭാഗത്ത് നമ്മുടെ സിബ് വെക്കാനുള്ള ഭാഗത്ത് 1 ഇഞ്ച് അടയാളപ്പെടുത്തി ഇതുപോലെ വരച്ചെടുത്തു. ഇനി ആ 1 ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗത്ത് നിന്ന് നമുക്ക് നെക്ക് അടയാളപ്പെടുത്താനുണ്ട്. അപ്പോൾ നെക്ക് വിടുത്ത് നമ്മൾ 2.25 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. അതുപോലെ നെക്കിൻ്റെ ലെങ്ത്ത് 1.5 ഇഞ്ച് അടയാളപ്പെടുത്തി പെട്ടിക്കോളമായി വരച്ച് കർവ് വരക്കുക. കണ്ടല്ലോ, ഇതുപോലെ നെക്ക് ആ ഒരു 1 ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗത്തേക്ക് നീട്ടി വരക്കുക. എന്നിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് അടുത്ത ഭാഗത്തേക്കും പകർപ്പ് വരുത്തുക. കണ്ടല്ലോ, ഇതുപോലെ കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ മിഡിൽ ഒരു ലൈൻ കൊടുക്കുക. അത് നമുക്ക് കട്ട് ചെയ്യാനുള്ള ഒരു പാർട്ട് ഇതാട്ടോ, സിബ് വെക്കാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ മിഡിൽ ഭാഗം ഒന്ന് ഇതുപോലെ ഒരു വരച്ചെടുക്കുക. എന്നിട്ട് ആ ഒരു വരച്ച ലൈനിൽ നിന്നും അപ്പുറത്തേക്ക് 1/4 ഇഞ്ച് ഇപ്പുറത്തേക്ക് 1/4 ഇഞ്ചും അടയാളപ്പെടുത്തുക. കണ്ടല്ലോ, നമ്മൾ മിഡിൽ പോയിന്റിൽ ഒരു ലൈൻ കൊടുത്തല്ലോ. ആ ലൈനിൻ്റെ അപ്പുറത്തേക്ക് 1/4 ഇഞ്ച് ഇപ്പുറത്തേക്ക് 1/4 ഇഞ്ചും ഇതുപോലെ താഴെ വരെ അടയാളപ്പെടുത്തി ആ ഒരു 1/4 ഇഞ്ച് അടയാളപ്പെടുത്തിയ ലൈന് ഒന്ന് കൂട്ടി വരച്ചെടുക്കുക. കണ്ടല്ലോ, ഈ ഒരു പോയിന്റ് അടയാളപ്പെടുത്തിയ ലൈനിൽ നിന്ന് 2 ലൈനും കൂട്ടി യോജിപ്പിക്കുക. ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ലൈനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നെക്കിലൂടെ സ്റ്റിച്ച് ചെയ്ത്, അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ സ്റ്റിച്ച് ചെയ്ത് പോവുക. ഇനി നമ്മൾ ബാക്ക് പാർട്ട് യോക്ക് എടുത്ത് കണ്ടല്ലോ, ഇതുപോലെ അറ്റാച്ച് ചെയ്ത ലൈനിങ്ങും ക്രേപ്പ് ലൈനിങ്ങും മെയിൻ ക്ലോത്തും അറ്റാച്ച് ചെയ്തത് ഇതുപോലെ എടുത്ത് വെച്ചതിന് ശേഷം മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്ത് ഇതുപോലെ നമ്മൾ കോട്ടൺ ലൈനിങ് വെക്കുക. എന്നിട്ട് നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാം. നെക്ക് സ്റ്റിച്ച് ചെയ്ത് പോകുന്നതിന് ശേഷം നമ്മൾ ആ വരച്ച ലൈനിലൂടെ താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് അടുത്ത നെക്കും അതുപോലെ തന്നെ നെക്ക് സ്റ്റിച്ച് ചെയ്ത് താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇളകി പോകാതിരിക്കാൻ പിൻ ചെയ്ത് വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നല്ലൊരു ഈസി മെത്തഡാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്യുക. അതിന് വേണ്ടിയാണ് ഇങ്ങനെ വീഡിയോ ആക്കി ഇങ്ങനെ വിടുന്നത്. കണ്ടല്ലോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ നമുക്കൊരു നല്ല പെർഫെക്റ്റിൽ നമുക്ക് കിട്ടും. കണ്ടല്ലോ, ഇതുപോലെ താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. കണ്ടല്ലോ, ഇനി അടുത്ത നെക്കും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോവുക.
കണ്ടല്ലേ, നെക്കിൻ്റെ രണ്ട് സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത്. ഇനി നമുക്ക് നെക്കിൻ്റെ ആ ഒരു എഡ്ജ് സ്റ്റിച്ച് കൊള്ളാതെ ഇതുപോലെ കട്ട് ചെയ്യുക. അതുപോലെ സിബ് വെക്കാനുള്ള പോർഷൻ ഇതുപോലെ മിഡിൽ കണക്കാക്കി വരച്ച ലൈനിലൂടെ കട്ട് ചെയ്യുക. എന്നിട്ട് ചെറിയ ചെറിയ കട്ടുകൾ കൊടുത്ത് മറിച്ചിടാനുണ്ട്. അപ്പോൾ മറിച്ചിടുന്നതിന് മുന്നേ നമുക്ക് ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഷോൾഡറിൽ കവർ ചെയ്ത് അറ്റാച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫ്രണ്ട് നെക്ക് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അതൊക്കെ ഒന്ന് കാണാം. കണ്ടല്ലോ, നമ്മുടെ ഈ ഒരു ഫ്രണ്ട് നെക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതുപോലെ 2 ഫോൾഡറാക്കി വെച്ചതിന് ശേഷം നമ്മൾ ബാക്ക് നെക്ക് വിടുത്ത് 2.25 എടുത്തത്. അപ്പം ഫ്രണ്ട് നെക്ക് നമ്മൾ 2 ഇഞ്ച് എടുക്കുക. 2 ഇഞ്ച് എടുത്തെടുത്തതിന് ശേഷം 3 ഇഞ്ച് ലെങ്ത്തും അടയാളപ്പെടുത്തി പെട്ടിക്കോളമായി വരച്ച് നെക്ക് കർവ് വരക്കുക. ഇനി നമ്മൾ ഈ നെക്ക് കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ടാണ് ഈ ഒരു നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 1 ഇഞ്ച് വിഡ്ത്തിൽ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തു. ഇനി ക്രോസ് പീസ് ജോയിൻ ചെയ്തതിന് ശേഷം നെക്കിൽ ചുറ്റിലും അറ്റാച്ച് ചെയ്തതിന് ശേഷം മടക്കി സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇതുപോലെ എത്രയോ തവണ വിട്ടതാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് പോയി കാണുക. ഇനി 1/4 ഇഞ്ച് അകലത്തിൽ ക്രോസ് പീസ് വെച്ച് അറ്റാച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ആ ഒരു എഡ്ജ് ഉള്ളിലേക്ക് കവർ ചെയ്ത് ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ വീഡിയോക്ക് ക്ലിയർ കുറവായതുകൊണ്ട് ഞാൻ പറയുന്നത് എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ടോ? എന്തായാലും കമൻറ്റിൽ അറിയിക്കണേ. കണ്ടല്ലോ, നമ്മുടെ ഫ്രണ്ട് നെക്ക് ഇവിടെ ക്രോസ് പീസിൽ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്യുക. അപ്പോൾ കണ്ടല്ലോ, ബാക്ക് യോക്ക് പാർട്ട് എടുത്ത് ഇതുപോലെ വെച്ച് നല്ല ഭാഗവും കണ്ടല്ലോ, ഇതുപോലെ നല്ല ഭാഗവും ചേർത്ത് വെക്കുക. ഫ്രണ്ട് നെക്കിൻ്റെ ഷോൾഡറിൻ്റെ നല്ല ഭാഗവും ബാക്ക് ഷോൾഡറിൻ്റെ നല്ല ഭാഗത്ത് ഇതുപോലെ ചേർത്ത് വെച്ച് ഈ ഒരു ലൈനിങ് ഇതുപോലെ മുകളിലേക്ക് കവർ ചെയ്ത് 1/2 ഇഞ്ചിൽ അറ്റാച്ച് ചെയ്യുക. ഇതുപോലെ തന്നെ 2 ഭാഗവും ഷോൾഡർ അറ്റാച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഷോൾഡർ ഇവിടെ അറ്റാച്ചിങ് കഴിഞ്ഞു. ഇനി ഇതുപോലെ നല്ല രീതിയിൽ മറിച്ചിട്ടതിന് ശേഷം ഇതുപോലെ കിട്ടി. കണ്ടല്ലേ, നല്ല പെർഫെക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻവിസിബിൾ സിബാണ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇൻവിസിബിൾ സിബ് അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം ഇതുപോലെ കറക്റ്റാക്കി പിടിച്ച് ഒരു അടയാളം വെക്കുക. കണ്ടല്ലേ, ഇതുപോലെ രണ്ട് ഭാഗത്ത് ഇതുപോലെ അടയാളപ്പെടുത്തി. ഇനി നമ്മൾ ഇൻവിസിബിൾ സിബ് വെക്കാനും വേണ്ടി ഈ ഒരു മെഷീനിൻ്റെ ഫോട്ട് മാറ്റാനുണ്ട്. അപ്പോൾ 1 സൈഡ് ഫോട്ട് വെക്കുക. കണ്ടല്ലോ, അപ്പോൾ എൻ്റെ ഇവിടെ റൈറ്റ് സൈഡിലുള്ള ഫോട്ടാണുള്ളത്. അപ്പോൾ അത് വെച്ച് ഫിറ്റ് ചെയ്തു. ഇനി നമുക്ക് സിബ് എടുത്ത് നമ്മൾ അടയാളപ്പെടുത്തിയ ഭാഗം നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ എഡ്ജിൽ വരുന്ന രീതിക്ക് ഈ ഒരു സിബ് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. കണ്ടില്ല, സിബ് നമ്മൾ നേരെ വെച്ചതിന് ശേഷം ഇതുപോലെ മറിച്ച് ഈ ഒരു വശത്തേക്ക് വെക്കുക. കണ്ടില്ല, അടുത്ത ഭാഗത്തുള്ളത് അതുപോലെ തന്നെ മറിച്ച് അപ്പുറത്തെ സൈഡിലേക്കും വെച്ച് പിൻ ചെയ്ത് വെക്കുക. നമ്മൾ അടയാളപ്പെടുത്തിയ ഭാഗം നമ്മുടെ നെക്കിൻ്റെ എഡ്ജിൽ വരുന്ന രീതിക്ക് വേണം ഈ ഒരു സിബ് വെക്കാൻ. 2 ഭാഗത്തും കറക്റ്റാക്കി വെക്കുക. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക. കണ്ടല്ലേ, നമ്മൾ അടയാളപ്പെടുത്തിയത് ആ ഒരു നെക്കിൻ്റെ എഡ്ജ് അവിടെ വരണം. എന്നിട്ട് ഇതുപോലെ വെച്ച് പിൻ ചെയ്ത് വെച്ച് ആ 1 ഫൂട്ട് ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്യാം. താഴെ വരെ സ്റ്റിച്ച് ചെയ്യാം.
കണ്ടല്ലോ, റൈറ്റ് ഫൂട്ടാണ് എൻ്റെ അടുത്തുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ആ ഒരു റെയിലിന് ചാരി ഇതുപോലെ ആ ഒരു ഫൂട്ട് വെച്ച് താഴെ വരെ സ്റ്റിച്ച് ചെയ്യുക. താഴെ 1 ഇഞ്ച് ഒഴിച്ചിട്ട് വേണം സ്റ്റിച്ചിങ് നിർത്താൻ. കണ്ടല്ലോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് 1 ഇഞ്ച് അകലത്തിൽ സ്റ്റിച്ചിങ് നിർത്തുക. കണ്ടല്ലോ, ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തു. ഇനി ഒന്ന് ഇട്ട് നോക്കാം. കണ്ടല്ലോ, ഇനി അടുത്ത ഭാഗവും സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ഫൂട്ട് ഇല്ല, അപ്പം താഴേന്ന് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ കറക്റ്റാക്കി വെച്ച് പിൻ ചെയ്തതിന് ശേഷം താഴെ നിന്ന് 1 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ ആദ്യം നിർത്തിയ അതേ അളവിൽ തന്നെ ഈ ഒരു ഭാഗത്തും അടയാളപ്പെടുത്താം. എന്നിട്ട് അവിടെ നിന്നും മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് പോരാം. കണ്ടല്ലോ, ഇതുപോലെ മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ നമ്മൾ ഇൻവിസിബിൾ സിബ് ഇവിടെ അറ്റാച്ചിങ് കഴിഞ്ഞു. അപ്പോൾ ഒരു സ്റ്റിച്ചല്ല നമ്മൾ കൊടുത്തത്, ഇനി ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. ഇനിയിപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ റെയിലിന് ചാരി നല്ല പിളർത്തി പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് പോരുക. അങ്ങനെ 2 സ്റ്റിച്ച് കൊടുത്താൽ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും. കണ്ടല്ലോ, ഇതുപോലെ റെയിൽ പിളർത്തി പിടിച്ച് അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് പോരുക. ഇതുപോലെ 2 സ്റ്റിച്ച് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഈ ഒരു ഇൻവിസിബിൾ സിബ് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ 2 സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇട്ട് നോക്കാം. അപ്പോൾ നമ്മൾ 2 സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ സിബ് ഇട്ട് നോക്കുക. കണ്ടല്ലോ, നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ഈ ഒരു ഇൻവിസിബിൾ സിബ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു തുള്ളി പോലും കാണുന്നില്ല, ആ ഒരു സിബ് കാണുന്നേ ഇല്ലല്ലോ. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്തതിന് ശേഷം സൈഡൊക്കെ കൂട്ടി സ്റ്റിച്ച് ചെയ്യുക. ഈ ഒരു സിബിൻ്റെ ഈ തള്ളി നിൽക്കുന്ന ഭാഗം ഇതുപോലെ ഉള്ളിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടല്ലോ, 2 സൈഡിലുള്ളതും ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്യുക. അടുത്തതായി സ്ലീവ് അറ്റാച്ച് ചെയ്യുക. 2 സ്ലീവ് അറ്റാച്ച് ചെയ്തതിന് ശേഷം സൈഡൊക്കെ ഒന്ന് നമ്മൾ അടയാളപ്പെടുത്തിയ എല്ലാ ഭാഗവും കറക്റ്റാക്കി വരച്ചതിന് ശേഷം സൈഡ് കൂട്ടുക. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ടോ? എന്തായാലും കമൻറ്റിൽ അറിയിക്കണേ. അതുപോലെ ലൈക്ക് ഇടാൻ ആരും മറക്കണ്ട. അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. അപ്പോൾ അതിനുള്ള മറുപടി തരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു യോക്ക് സ്റ്റിച്ചിങ് കഴിഞ്ഞു. കണ്ടല്ലോ, ഇതുപോലെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ. ഇനി നമുക്ക് സ്കേർട്ടിനുള്ള നെറ്റ് പ്ലീറ്റ്സ് ഇട്ട് ലൈനിങ് ഒക്കെ പ്ലീറ്റ്സ് ഇട്ട് സ്റ്റിച്ച് നെറ്റൊക്കെ അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ സ്കേർട്ടിൻ്റെ പോർഷൻ എടുത്ത് ഇതുപോലെ നെറ്റ് നമുക്ക് 2 ലെയറായിട്ടാണ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പം ഒരു തലക്കിൽ നിന്നും പ്ലീറ്റ്സ് ഇട്ട് തുടങ്ങുക. കണ്ടല്ലോ, ഇതുപോലെ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ പ്ലീറ്റ്സ് ഇടുക. അങ്ങനെ 2 ലെയറും പ്ലീറ്റ്സ് ഇട്ടതിന് ശേഷം ലൈനിങ് ക്രേപ്പ് ലൈനിങ് പ്ലീറ്റ്സ് ഇടുക. അപ്പോൾ എല്ലാം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു നെറ്റ് നമ്മൾ 2 ലെയറും ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ അരവണ്ണത്തിനനുസരിച്ച് ഈ ഒരു നൂല് വലിച്ചിട്ട് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി അതുപോലെ തന്നെ ക്രേപ്പ് ലൈനിങ്ങും പ്ലീറ്റ്സ് ഇടുക. ആദ്യം 2 പീസും ഇതുപോലെ ജോയിൻ ചെയ്തതിന് ശേഷം പ്ലീറ്റ്സ് ഇട്ട് കൊടുത്ത് നമ്മുടെ അരവണ്ണത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുക.
കണ്ടല്ലോ, ഇതുപോലെ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ അരവണത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചുരുക്കിയെടുക്കുക. കണ്ടല്ലോ, ഇതുപോലെ കിട്ടി. ഇനി നമുക്ക് സ്റ്റിഫ് നെറ്റ് അറ്റാച്ച് ചെയ്യേണ്ടത് കോട്ടൺ ലൈനിങ്ങിലാണ് അറ്റാച്ച് ചെയ്യുന്നത്. കണ്ടല്ലോ, കോട്ടൺ ലൈനിങ് 2 പീസ് അറ്റാച്ച് ചെയ്യുക. ഇനി സ്റ്റിഫ് നെറ്റും അതുപോലെ തന്നെ 2 ലെയറല്ല എടുത്തത്, അത് രണ്ടും ഇതുപോലെ ജോയിൻ ചെയ്തതിന് ശേഷം ഈ ഒരു കോട്ടൺ ലൈനിങ്ങിൽ 2 ഇഞ്ച് അകലത്തിൽ ഇതുപോലെ പീടിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ സ്പീഡിൽ ചെയ്യുന്നത് വീഡിയോക്ക് ലെങ്ത്ത് കൂടുതലായത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തി നല്ല വിശദമായിട്ട് വിടണമെന്നുണ്ടെങ്കിൽ കുറേ ലെങ്ത്ത് ആവും. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ കുറച്ച് സ്പീഡിൽ വിട്ടാൽ എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു വീഡിയോ അല്ലേ. അപ്പോൾ കണ്ടല്ലോ, സ്റ്റിഫ് നെറ്റ് നമ്മൾ ഇതുപോലെ വിട്ടുള്ള പേച്ചിട്ട് കൊടുത്ത് ജോയിൻ ചെയ്തു. ഇനി അതുപോലെ തന്നെ അതിൻ്റെ എഡ്ജ് നമ്മൾ ക്രൈപ്പ് ലൈനിങ് ഒക്കെ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ പേച്ചിട്ട് ഇനി നമുക്ക് അരവണത്തിനനുസരിച്ച് ഇത് കറക്റ്റാക്കി അളന്ന് നോക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു യോക്ക് പാർട്ടിൻ്റെ വേസ്റ്റ് അളവ് എത്രയാണോ ആ ഒരു അളവിൽ തന്നെ ഇതും ഉണ്ടോയെന്ന് നോക്കാം. എന്നിട്ട് ഈ ഒരു അളവിലാണ് നമ്മൾ എല്ലാതും അറ്റാച്ച് ചെയ്യുന്നത്. നമ്മുടെ വേസ്റ്റ് അളവ് 10 അപ്പം ഇതൊരു 10 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിന് മുകളിൽ ക്രൈപ്പ് ലൈനിങ്ങും അറ്റാച്ച് ചെയ്യുക. അതുപോലെ 2 ലെയർ നെറ്റ് ഉണ്ടല്ലോ, അതും ഇതിൻ്റെ മുകളിൽ വെച്ച് അറ്റാച്ച് ചെയ്യുക. അപ്പം എൻ്റെ കസ്റ്റമറോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഫ്രണ്ട്സിനോട് എനിക്ക് പറയാനുള്ളത്, വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്തായാലും കമൻറ്റിൽ അറിയിക്കണേ. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ ഈ നെറ്റ് 2 ലെയറായിട്ടാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഈ നെറ്റും അതേ ക്രൈപ്പ് ലൈനിങ്ങിൻ്റെ മേലെ ഇതുപോലെ അറ്റാച്ച് ചെയ്യുക. പറയുന്നത് മനസ്സിലായിട്ടില്ലെങ്കിലും വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു നെറ്റും കൂടെ അതിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ ഈ ഒരു 4 ലെയറാണ് നമ്മളിവിടെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. 2 ലെയർ നെറ്റ്, ക്രൈപ്പ് ലൈനിങ്, കോട്ടൺ ലൈനിങ്, സ്റ്റിഫ് നെറ്റും കൂടി കൂട്ടിയാൽ 5 ലെയറായിട്ടാണ് നമ്മുടെ ഈ ഒരു ഫ്രോക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ നെറ്റ് 6 മീറ്ററാണ് നമ്മൾ എടുത്തത്. ആ 6 മീറ്ററിന് നമ്മൾ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ അതിൽ നിന്ന് 2 ലെയറാക്കി നമുക്ക് എടുക്കാം. അപ്പോൾ 2 ലെയർ കൂട്ടുകയാണെങ്കിൽ 6 12 മീറ്ററാണ് ഈ ഒരു ഫ്രില്ലിട്ടത് കേട്ടോ. അപ്പോൾ ഈ 12 മീറ്ററൊക്കെ ലെയർ ഇട്ട് വരുമ്പോൾ നല്ല കട്ടിയിൽ നമുക്ക് അരവണ്ണം കിട്ടും. അപ്പോൾ നമുക്ക് ഈ യോക്കിലൊക്കെ അറ്റാച്ച് ചെയ്യുമ്പം കുറേ ബുദ്ധിമുട്ടാണ്. നമുക്ക് പെർമിഷനൊക്കെ വാങ്ങണം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് അതൊക്കെ എനിക്ക് വാങ്ങാൻ കഴിയുള്ളൂ. ഇനി നമുക്ക് 10 ഇഞ്ച് വിടത്തിലാണ് നമ്മൾ അരവണ്ണം കിട്ടിയത്. അവിടെ ഇതുപോലെ ഒരു സൈഡ് ഒന്നായിട്ടൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കുക. സൈഡ് അറ്റാച്ചിങ് ഒന്നും വീഡിയോയിൽ ശരിക്കും കാണുന്നില്ല, എന്നാലും ഇതിന് മുന്നേയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതൊക്കെ ഒന്ന് പോയി കാണുക. എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നതെന്ന് ഈ വീഡിയോയിൽ കാണുന്നില്ല. അപ്പോൾ നമ്മുടെ സ്കേർട്ട് പാർട്ട് സ്റ്റിച്ചിങ് കഴിഞ്ഞു. കണ്ടല്ലോ, നല്ല രീതിക്ക് തന്നെ ഈ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്, സ്കേർട്ട് പാർട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു ക്രൈപ്പ് ലൈനിങ്ങിൻ്റെ എഡ്ജൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ കോട്ടൺ ലൈനിങ്ങിൻ്റെ എഡ്ജ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് യോക്ക് സ്കേർട്ടുമായി അറ്റാച്ച് ചെയ്യുക. ഇനി സ്കേർട്ട് പാർട്ട് ഇതുപോലെ മറിച്ചിട്ടതിന് ശേഷം യോക്ക് നല്ല ഭാഗം ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് യോക്കും സ്കേർട്ട് പാർട്ടും അറ്റാച്ച് ചെയ്തെടുക്കുക. നമ്മുടെ യോക്കിൻ്റെ സൈഡിലെ ആ സ്റ്റിച്ചിങ്ങും അതുപോലെ സ്കേർട്ടിൻ്റെ സൈഡിൽ നമ്മൾ അറ്റാച്ച് ചെയ്ത ആ സ്റ്റിച്ചിങ്ങും ഒരേ ക്രമത്തിൽ വെച്ച് ചുറ്റിലും ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ യോക്ക് പാർട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ 2 സ്റ്റിച്ച് കൊടുക്കാൻ ശ്രമിക്കണേ. അപ്പോൾ നമ്മുടെ യോക്ക് പാർട്ടും സ്കേർട്ട് പാർട്ടും തമ്മിൽ യോജിപ്പിച്ചു. കണ്ടല്ലോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ എഡ്ജ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കറക്റ്റാക്കി എടുക്കുക. എന്നിട്ട് ഇതുപോലെ മറിച്ചിട്ടതിന് ശേഷം നമ്മുടെ ഫ്രോക്ക് ഉണ്ടല്ലോ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടി. ഇനി നമുക്കിതിന് ബാക്കിൽ ബോ വെക്കാനുണ്ട്. അതിന് വേണ്ടി 8 ഇഞ്ച് വീതിയും 14 ഇഞ്ച് നീളവുമുള്ള ഇതുപോലെയുള്ള ക്രൈപ്പ് ലൈനിങ്ങും മെയിൻ ക്ലോത്തും ഒപ്പം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ ഈ ഒരു സ്റ്റിഫ് നെറ്റും കൂടെ അതിലേക്ക് അറ്റാച്ച് ചെയ്യുക. കണ്ടല്ലോ, ഇനി ഇതുപോലെ മടക്കുക. കണ്ടല്ലോ, ഇതുപോലെ മടക്കി പകുതി വരെ സ്റ്റിച്ച് ചെയ്ത്
കാരണം ഇതുവരെ സ്റ്റിച്ച് ചെയ്ത് വീണ്ടും സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നടുഭാഗത്ത് നമ്മൾ ഒഴിവിട്ടിട്ടുണ്ട്, മറിച്ചിടാൻ കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു സ്റ്റിച്ചിങ് ഇതുപോലെ വെച്ച് സൈഡ് രണ്ടും സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക. ഇനി എഡ്ജൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ചെറിയ ചെറിയ കട്ടൊക്കെ കൊടുത്ത് മറിച്ചിടുക. നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തപ്പോൾ നടു ഒഴിച്ചിട്ടല്ലോ, ആ ഒരു ഭാഗത്ത് കൂടെ ഇത് മറിച്ചെടുക്കുക. കടല മറിച്ചിട്ട് ഇതുപോലെ ചുരുക്കി എടുത്ത് തുന്നിയെടുക്കുക. കടല ഇതുപോലെ തുന്നിയെടുത്തതിന് ശേഷം ചുറ്റിയെടുക്കുക. കടല ഇതുപോലെ ചുറ്റിയെടുക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക. ഇങ്ങനെ തുന്നിയതിന് ശേഷം ആ ഒരു നൂല് കൊണ്ട് ചുറ്റുക. ഇതുപോലെ ചുറ്റുക. ഇനി അത് കെട്ടിട്ട് നിർത്തുക. ഇനി അതിന് ശേഷം കണ്ണിൽ ഇതുപോലെയുള്ള മെയിൻ ക്ലോത്തും ക്രൈപ്പ് ലൈനിങ്ങും ഉള്ള ഒരു പീസ് എടുത്ത് ഇതുപോലെ ചുറ്റി ചുറ്റിയ ആ ഒരു പീസ് കട്ട് ചെയ്തതിന് ശേഷം തുന്നി പിടിപ്പിക്കുക. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക. പറയുന്നത് മനസ്സിലായിട്ടില്ലെങ്കിലും വീഡിയോയിൽ വളരെ വ്യക്തമായി കാണിക്കുന്നുണ്ട്. ഇനി ഫ്രോക്കിൽ ഇതുപോലെ തുന്നി പിടിപ്പിക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്രോക്ക് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഈ ഒരു ബോ സ്റ്റിച്ച് ചെയ്യുന്നതും അതുപോലെ ലേസ് അറ്റാച്ച് ചെയ്യുന്നതൊക്കെ വളരെ വ്യക്തമായിട്ട് വീഡിയോയിൽ വിട്ടിട്ടുണ്ട്. അതാണ് ഇത്രയും ലെങ്ത് ആയത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇനി ഇതുപോലെ ഫ്രണ്ട് പാർട്ടിൽ ഈ ഒരു അരികിൽ ലേസ് പിടിപ്പിക്കുക. അപ്പോൾ ഈ ലേസ് നമ്മൾ തുന്നിയാണ് പിടിപ്പിക്കുന്നത്. കണ്ടല്ലോ, ഇതുപോലെ തുന്നി പിടിപ്പിച്ചു. കണ്ടല്ലോ, നമ്മുടെ ഈ ഫ്രോക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ബോക്ക് വെച്ച് ഇൻവിസിബിൾ സിബൊക്കെ അറ്റാച്ച് ചെയ്തൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല നല്ല വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.